ഹലോ എവ്രി വൺ, എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും വെൽക്കം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ എൻ്റെ വെയിറ്റ് ലോസ് റുട്ടീൻ ഞാൻ ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലും ഡെയിലി പോസ്റ്റ് ചെയ്തുകൊണ്ടിരുന്ന സമയത്തും പിന്നെ അതേപോലെ ഞാൻ എൻ്റെ വർക്കൗട്ട് ആൻഡ് ഡയറ്റ് റുട്ടീൻ എന്ന് പറഞ്ഞിട്ട് ഞാനിപ്പോൾ റീസെൻ്റ്ലി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അതൊക്കെ ചെയ്തതിന് ശേഷം എനിക്ക് ഏറ്റവും കൂടുതൽ വരുന്ന DMs എന്ന് പറഞ്ഞാൽ ചോറ് കഴിക്കാറില്ലേ, ചോറ് കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്തോ, അങ്ങനെയാണോ ഡയറ്റ് എടുക്കുന്നത് എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ചോറ് നമ്മൾ ഒരു വെയിറ്റ് ലോസ് ജേർണി ചെയ്യുമ്പോൾ ചോറ് കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്യണമെന്നില്ല. എനിക്ക് പേഴ്സണലി ചോറ് അത്ര ഇഷ്ടമില്ല. അതുകൊണ്ടാണ് അപ്പം എനിക്കത് അവോയ്ഡ് ചെയ്യുന്നതുകൊണ്ട് പ്രശ്നമില്ലല്ലോ. അതുകൊണ്ടാണ് ഞാൻ പേഴ്സണലി അത് അവോയ്ഡ് ചെയ്തിട്ടുള്ളത്. പക്ഷേ എല്ലാവരും ചോറ് കഴിക്കുകയാണെങ്കിൽ എത്ര ക്വാണ്ടിറ്റി കഴിക്കണം അങ്ങനെ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു ഒരു വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് ചെയ്ത് കാണിക്കാം. ചോറ് എത്ര ക്വാണ്ടിറ്റി കഴിക്കണം, അതിൻ്റെ കൂടെ എന്തൊക്കെ എടുക്കണം എന്നൊക്കെ ഉള്ളത് ഒരു വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് ചെയ്ത് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. അപ്പോൾ നമുക്ക് അധികം ടൈം കളയാതെ വീഡിയോയിലേക്ക് കിടക്കാം. ചോറ് ഞാൻ ഓൾറെഡി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ നെക്സ്റ്റ് ഉണ്ടാക്കാൻ പോകുന്നത് പെപ്പർ ചിക്കനാണ്. പെപ്പർ ചിക്കന് ഞാൻ ചിക്കൻ ബോൺലെസ്, അതായത് ചിക്കൻ ബ്രസ്റ്റ് ആണ് എടുത്തിട്ടുള്ളത്. അത് ഞാൻ ഒരു 400 grams വരും. അപ്പം അത് ഞാൻ കഴുകി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഈ ചിക്കനും ഫിഷൊക്കെ കഴുകി അതിൻ്റെ ജീവാത്മാവും പരമാത്മാവും അറിയാൻ തന്നെ അറിയുന്നില്ല. അതൊക്കെ ഞാൻ പുറത്തെടുക്കും. അങ്ങനത്തെ ഒരു പ്രത്യേകതര സ്വഭാവമുണ്ട്. അപ്പം ഇങ്ങനെ കഴുകി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇത് ചിക്കൻ ബ്രസ്റ്റ് ആണ് കേട്ടോ. അപ്പം ഞാൻ അത് കുഞ്ഞു പീസസ് ആയിട്ട് കട്ട് ചെയ്തിട്ടാണുള്ളത്. ഇനി നമുക്ക് ഇതിനകത്തോട് കുറച്ച് മസാല പൗഡേഴ്സ് ഇടാം. ഇതിലേക്ക് വളരെ കുറച്ച് മസാലപ്പൊടി മാത്രം മതി. കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ചിക്കൻ മസാല, പിന്നെ കുറച്ച് ഉപ്പ്, അത്രയും നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നുള്ളൂ. നമ്മളിതാ ചിക്കൻ ഇവിടെ മാരിനേറ്റ് ചെയ്തു. ഇനി നമുക്ക് ചെറിയൊരു മസാല ഉണ്ടാക്കണം. അതിൻ്റെ ഇൻഗ്രീഡിയൻസ് കാണിച്ചു തരാം നെക്സ്റ്റ്. അതിനായിട്ട് ഞാനിവിടെ ഓണിയൻസ്, ഗാർലിക്, ഒരു ചെറിയ പീസ് ജിഞ്ചർ, പിന്നെ ഗ്രീൻ ചില്ലി, പിന്നെ കുറച്ച് പെപ്പർ കോൺസ് ഇത്രയും എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് മിക്സിയുടെ ജാറിലോട്ട് ഇട്ടിട്ട് ഒരു 1/2 കപ്പ് വാട്ടറും കൂടെ ഇട്ടിട്ട് ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കണം. ഇനി നമ്മളൊരു പാൻ എടുത്തിട്ട് അതിലൊരു ടേബിൾ സ്പൂൺ ഒലീവ് ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ക്യുമീൻ സീഡ്സ് ഇടുക. ക്യുമീൻ സീഡ്സ് ഒന്ന് സോട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഈ മസാല അതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഈ മസാല ഒരു 2 minutes ഹൈ ഫ്ലെയിമിൽ കുക്ക് ചെയ്യണം. ഇനി നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ നമുക്ക് ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് കുറച്ച് മസാല പൗഡേഴ്സും കൂടെ ഇതിൽ ആഡ് ചെയ്യണം. കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി മാത്രം. അത് വളരെ ലിറ്റിൽ എമൗണ്ട്. ഇനി ഇതൊന്ന് നന്നായി സോട്ട് ചെയ്തതിന് ശേഷം കുറച്ച് ഉപ്പും കൂടെ ആഡ് ചെയ്ത് ഒന്നും കൂടെ സോട്ട് ചെയ്തതിന് ശേഷം നമുക്ക് കവർ ചെയ്തിട്ട് നമുക്ക് കുക്ക് ചെയ്യാൻ വെക്കാം കേട്ടോ. വെള്ളം ഒന്നും ആഡ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല, ചിക്കനിൽ വെള്ളം ഇറങ്ങിക്കോളും. അപ്പോൾ ചിക്കൻ നമ്മൾ സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. ഇനി ഒരു 15 to 20 minutes എന്തായാലും ചിക്കൻ കുക്ക് ചെയ്യാൻ ടൈം എടുക്കും. അത് ചിക്കൻ ഒന്ന് നന്നായി കുക്കാവുന്നവരെ നമുക്കത് അവിടെ വെക്കാം. അതിനിടയ്ക്ക് നമുക്ക് ഒരു ചെറിയ സാലഡ് ഉണ്ടാക്കാം. അപ്പം ഞാൻ അവക്കാഡോ വെച്ചിട്ടാണ് സാലഡ് ഉണ്ടാക്കുന്നത്. ഞാൻ ഒരു അവക്കാഡോ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു ഒനിയനും ഒരു ടൊമാറ്റോയും മതി. പിന്നെ കുറച്ച് കൊറിയാൻഡർ ലീവ്സും ഇത് മതി നമുക്ക് ഈ സാലഡിന്. പിന്നെ നമ്മൾ ടേസ്റ്റിന് ആഡ് ചെയ്യുന്നത് എരിവിന് കുറച്ച് പെപ്പർ പൗഡറും പിന്നെ സോൾട്ടും മാത്രം ആഡ് ചെയ്യുന്നുള്ളൂ. അപ്പം അതെങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ഞാനിത് അവക്കാഡോ എടുത്ത് നല്ലോണം സ്മാഷ് ചെയ്ത് പേസ്റ്റ് പോലെ ആക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് നമുക്ക് ഒരു ഒനിയൻ, ഒരു ടൊമാറ്റോ ഒക്കെ നന്നായി ചോപ്പ് ചെയ്ത് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ കുറച്ച് കൊറിയാൻഡർ ലീവ്സും. അതിനുശേഷം ടേസ്റ്റിന് നമുക്ക് കുറച്ച് ഉപ്പും കുറച്ച് പെപ്പർ പൗഡറും കൂടെ ആഡ് ചെയ്ത് കൊടുത്ത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ സാലഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്.
നമ്മുടെ ചിക്കൻ ഇതാ വെന്തിട്ടുണ്ട് നല്ലോണം. ഇനി കുറച്ച് കൊറിയാണ്ടർ ലീവ്സ് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ നമ്മുടെ പെപ്പർ ചിക്കൻ റെഡിയായി. അപ്പോൾ നമ്മുടെ ചിക്കൻ റെഡി ആയിട്ടുണ്ട്, നമ്മൾ സാലഡും റെഡി ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് കഴിക്കണം. അപ്പോൾ നമുക്ക് പ്ലേറ്റ് ചെയ്തിട്ട് കഴിക്കാം. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ലഞ്ച്. ഇതാ ചോറ് ഞാൻ ഇത്ര ക്വാണ്ടിറ്റി എടുത്തേക്കുന്നത്. പിന്നെ നമ്മുടെ ചിക്കൻ, സാലഡ്, പിന്നെ കുറച്ച് യോഗട്ടും കൂടെ എടുത്തിട്ടുണ്ട്. അപ്പം ഇത് ഇത്രയും കഴിക്കുമ്പോഴത്തേക്കും തന്നെ വയറ് നല്ല ഫില്ലാവും കേട്ടോ. തീരെ വെയിലില്ല, നല്ല സുഖമുണ്ടിരിക്കുക. അപ്പം നമുക്ക് നമ്മുടെ ലഞ്ച് കഴിച്ചു നോക്കാം. അടിപൊളിയായിട്ടുണ്ട് കേട്ടോ, നല്ല യമ്മിയാണ്. പിന്നെ നമ്മളിത് മൊത്തം കഴിക്കുമ്പോഴത്തേക്കും വയറ് നല്ലോണം ഫില്ലാവും. അതുകൊണ്ട് ചോറ് കുറച്ചേ കഴിച്ചു എന്നുള്ളൊരു വിഷമമൊന്നും തോന്നില്ല. അപ്പോൾ എല്ലാവരും ലഞ്ച് ഇങ്ങനെ ഒന്ന് കഴിച്ച് നോക്കൂ കേട്ടോ. നിങ്ങളുടെ വെയിറ്റ് ലോസിന് ഡെഫിനറ്റ്ലി ഇങ്ങനെ ഹെൽപ്പ് ചെയ്യും. നമുക്കിനി വേറൊരു വീഡിയോ കാണാം. അപ്പോൾ എല്ലാവരും ടേക്ക് കെയർ, ബൈ.